പ്രൈസ് ലോർഡ്. ഈ ആത്മീയ ഗോളത്തിൽ ഒരുപാട് കോൺട്രോവേഴ്ഷ്യൽ സബ്ജക്റ്റുകളുണ്ട്. പലരും പറയും അത് നിങ്ങൾ തൊടാതിരിക്കുന്നത് നല്ലത്, വെറുതെ ആവശ്യമില്ലാതെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങരുത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമുക്ക് ചിലതൊക്കെ ജനത്തോട് പറഞ്ഞ് മനസ്സിലാക്കാതിരിക്കാൻ കഴിയത്തില്ല. അതിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശാപം എന്നുള്ളൊരു വിഷയം. അപ്പോൾ പലർക്കും ഇത് അറിയത്തില്ല എന്താണ് ഈ ശാപം. പെട്ടെന്നൊരു യെസ് ഓർ നോ എന്ന് പറയാൻ പറ്റിയ ഒരു ചോദ്യമല്ലത്. നമുക്ക് ആധികാരികമായിട്ട് അത് നമ്മൾ ക്ലാസ്സുകൾ കേട്ടാലേ നമുക്കത് ശരിയാകും. കാരണം പഴയ നിയമത്തിലെ ശാപമുണ്ട്, പുതിയ നിയമത്തിലെ ശാപമുണ്ടോ, പുതിയ നിയമത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ലേ, രക്ഷിക്കപ്പെട്ടവർ പുതിയ സൃഷ്ടിക്ക് എങ്ങനെയാണ് ശാപം ഉണ്ടാകുന്നത്, സ്വാഭാവികമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം. അപ്പോൾ രക്ഷിക്കപ്പെട്ടാൽ ശാപം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കും. നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ മെസ്സേജ് അവൈലബിൾ ആണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങളെ അറിയിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ആ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കതുണ്ട് എന്ന് തോന്നിയാൽ, ഇത് പണ്ട് പലരും പറയുന്ന പോലെ ശാപം മുറിക്കൽ എന്ന പരിപാടിയൊന്നുമില്ല. ഇത് അറിഞ്ഞിട്ട് അതിനെ എങ്ങനെ അതുണ്ടെങ്കിൽ അതിനെങ്ങനെ ഒഴിവാക്കണം എന്നൊക്കെ പഠിക്കുന്ന ഒരു ക്ലാസ് കൂടെ ആയതുകൊണ്ട് നിങ്ങളെ എന്നെ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നീതിമാൻ അറിവിനാൽ വിടുവിക്കപ്പെടുമെന്നാണ് ശലവാൻ പറഞ്ഞത്. നീതിമാൻ അറിവിനാൽ വിടുവിക്കപ്പെടും. അപ്പോൾ അതിനിപ്പോൾ ഞാനത് മുറിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ചക്കയും മാങ്ങിയൊന്നുമില്ലല്ലോ മുറിക്കാൻ. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഇത് അറിയുന്നത് എനിക്ക് ശാപമുണ്ടോ? കാരണം പല ക്ലാസ്സും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തുടരെയുള്ള അപകടങ്ങൾ, ആത്മഹത്യാ പ്രവണത, മാറാരോഗങ്ങൾ, സാമ്പത്തിക അല്ലെങ്കിൽ ദാരിദ്ര്യം, അതുപോലെ ജീവിതത്തിലെ പലതരത്തിലുള്ള തോൽവികൾ, എല്ലാ ഫീൽഡിലുള്ള തോൽവികൾ, ഇതെല്ലാം ശാപത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പറയുമ്പോൾ എനിക്കൊരു ദാരിദ്ര്യം വന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ ശാപത്തിൻ്റെ കീഴിലാണോ? വീട്ടിലൊരു ദുർമരണം സംഭവിച്ചു, അതിൻ്റെ അർത്ഥം ഞാൻ ശാപത്തിൻ്റെ കീഴിലാണോ? അതങ്ങനെയാണെങ്കിൽ എനിക്കൊരു ശാപമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അടുത്ത തലമുറയ്ക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ ഇൻഷുറൻസ് ഏജൻറ്റ് നിങ്ങളെ കൊണ്ട് ഒരു പോളിസി എടുക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ വേറബോട്ട്സ് മാത്രമല്ല അവർ ചോദിക്കുന്നത്, മാതാപിതാക്കളുടെയും കൂടെ ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കുക. ഒരു രോഗം വന്നൊരു ഡോക്ടറെ അടുക്ക പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും മരിച്ചുപോയ മുത്തച്ഛൻ്റെയും മുതുമുത്തച്ഛൻ്റെയും അടക്കം ഹിസ്റ്ററി അവർ ചോദിക്കും. അമ്മാവൻ്റെ ചോദിക്കും, സഹോദരി സിബ്ലിംഗ് സകലത അവർ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ കാര്യം എന്താണ് എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അവർ തന്ന മറുപടി ഞാൻ ആ ക്ലാസ്സിൽ പറയാം. ഇത് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുന്നത് നമുക്ക് അങ്ങനെയും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു വിടുതൽ വേണം. അതെങ്ങനെയാണ് നമുക്കത് വിടുതൽ പ്രാപിക്കുക? പിന്നെ നിങ്ങൾക്ക് ശാപം ഉണ്ടല്ലോ എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഒരു വ്യക്തിയെ നോക്കിയിട്ട് നിങ്ങൾക്ക് ശാപമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയത്തില്ല. അത് അതിൻ്റെ ബെസ്റ്റ് ഡയഗ്നൈസ് ചെയ്യുന്ന ഡോക്ടർ എന്ന് പറയുന്നത് അവനവനാണ്. ഓക്കെ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് പ്രതിവിധി എന്ന് നമുക്ക് അറിയേണ്ടത്. നമുക്കതിനിപ്പോൾ ഒരു വാശിക്കോ ഇല്ലെങ്കിൽ വേറൊരാളെ താഴ്ത്തി എൻ്റെ ടീച്ചിങ് വലുതെന്ന് പറയാനല്ല. ടീച്ചിങ് കേൾക്കുക, എന്നിട്ട് അത് ശരിയാണോ നോക്കുക, അതല്ലെങ്കിൽ വിട്ടുകളയുകയല്ല. അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. എന്തായാലും ഒരു ദിവസം 2 ദിവസമൊക്കെ വെച്ചിട്ട് ഒരു വലിയ ക്ലാസ് എടുക്കാൻ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കേൾക്കുന്ന ആൾക്കിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അത്രയും ഇച്ചിരി കട്ടിയുള്ള ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് അതിനുള്ള ഇരിക്കാനുള്ളൊരു എന്താ പറയുന്നത് ഊർജം ചിലപ്പോൾ കാണത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ തൃശ്ശൂരും തിരുവനന്തപുരവും എറണാകുളമൊക്കെ ആയിട്ട് പല എപ്പിസോഡുകളായിട്ട് നമുക്ക് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പബ്ലിക്കായിട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഇത് കിട്ടും, മീഡിയയിൽ കിട്ടും. നിങ്ങൾ ഈ ഞായറാഴ്ച രാവിലെ 8 മണിക്കുള്ള തൃശ്ശൂരിലെ സർവീസിൽ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് ക്ലാസ് തുടങ്ങുകയാണ്. നിങ്ങളെ എല്ലാവരും ഞാൻ ആ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കുക. അപ്പോൾ എനിക്കും കുറേ ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.